ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ. ആളുടെ വീട് വഴിപ്പാറയാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് അങ്ങാടിയിലൂടെ അല്ല കേട്ടോ പോകുന്നത്. നമ്മളിന്ന് വേറെ റൂട്ട് പിടിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഇവിടെ നിന്നൊരു ചോലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് അങ്ങനെ വീടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെറുതായിട്ടൊരു കുന്ന് മാതിരിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആ കുന്നിൻ്റെ മുകളിലാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് താഴത്തേക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം, ഈ ഒരു കുന്ന് നിൽക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ വേരുമ്മലാണ് കേട്ടോ. കാരണം നമ്മൾ ഈ മഴ പെയ്തതിന് ശേഷം ഈ ഒരു കുന്ന് ഇടിഞ്ഞിടിഞ്ഞ് പോരുകയാണ്. ആ ഒരു മരത്തിൻ്റെ വേരില്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴോ താഴ്ത്തത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടേനു. പിന്നെ ആ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ പാർക്കൊക്കെ വരുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലാത്ത കുറച്ച് താഴത്തെത്തിയാൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവിടെ വീടുകളില്ല. പിന്നെ നമ്മൾ അങ്ങനെ പോന്നിട്ട് നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് കുറച്ച് താഴത്തേക്കാണ് പോന്നിട്ടാണ് കേട്ടോ. അങ്ങനെ പോന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് കുറച്ചാണ്ട് പോയാൽ മതി കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കടുങ്ങപുരമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്കൂൾ വരുന്നത്. നമ്മളിപ്പോൾ സ്കൂൾ വിട്ട ആ സമയത്താണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് കുട്ടികളും ടീച്ചർമാരൊക്കെ ബസ്സിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓഡിറ്റോറിയം വരുന്നത്. കടുങ്ങപുരം ഓഡിറ്റോറിയം, മുന്നാസ് ഓഡിറ്റോറിയം. പിന്നെ എന്താ, ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര പേടിയുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് എനിക്ക് ഇറങ്ങുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ 2 ഇറക്കമുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ഇറക്കം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്കും കൂടെ കാട്ടിത്തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഒരു 2 ഇറക്കം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അങ്ങാടിയിലെത്താം കേട്ടോ. ഇത് പുഴക്കാട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് കേട്ടോ വഴിപ്പാറ വരുന്നത്. ഇതിവിടെ ഈ സ്കൂൾ വിട്ട സമയവും അതുപോലെ തന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഈ ഒരു സമയത്തായതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാവും. ഈ ഒരു സമയം അതുപോലെ മോർണിംഗിലും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു സ്ഥലം വരുന്നത് പൈതലിയാറാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ മരിച്ചാൽ അവിടെയാണ് മറവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് തങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ വഴിപ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് വഴിപ്പാറ. അപ്പോൾ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കാനായിട്ട് കടയിൽ കയറിയതായിരുന്നു. അപ്പോൾ മിഠായില്ല വാങ്ങിച്ചത് കേട്ടോ, ഐസ്ക്രീമാണ്. നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്കുള്ള റോട്ടിനാണ് കേട്ടോ അവളുടെ വീട് വരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പൊന്നൂസ് പഠിക്കുന്ന മദ്രസ വരുന്നത്. ഇതാണ് പൊന്നൂസ് പഠിക്കുന്ന മദ്രസ. അപ്പോൾ ഈ ഒരു റോഡിന് അങ്ങനെ ഭയങ്കര കച്ചറായിട്ടുള്ള റോഡാണ് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ അവളുടെ വീട്. നമ്മൾ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവളുടെ വീട്. നേരെ കയറി ചെന്ന് സിറ്റ് ഔട്ട്, പിന്നെ ഡൈനിങ് ഹാള് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഓഫീസ് റൂം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ അതങ്ങനെ തന്നെ പറയാം. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ തന്നിട്ട് സൈക്കിളിൽ കളിക്കുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ പൊന്നൂസും മോനൂസും. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഗസ്റ്റൊക്കെ വന്നാലിരിക്കുന്ന സ്ഥലം. പിന്നെ ഇത് അവളുടെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിറയെ പാടങ്ങളാണ് കേട്ടോ. ഓരോന്ന് കൃഷി ചെയ്തിട്ട്. പിന്നെ ഇവിടെ കൂടെ ഒരു തോട് പോകുന്നുണ്ട്. പിന്നെ ഇത് അവളുടെ വീട്ടിലുണ്ടായിരുന്നൊരു ഖുർആനാണ് കേട്ടോ. ഇത് ചെറിയൊരു ഖുർആനാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിലെല്ലാതും ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഖുർആനാണ് വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങളൊന്നുമില്ല. നമ്മൾ ഖുർആനിലുള്ള എങ്ങനെയാണോ അതുപോലെ ഉണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്ക് മേലെ ഒന്ന് കളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് സ്റ്റെയർകേഴ്സ് കയറി പോവുകയാണ്. ഇതാ ഇവിടെ ഡൈനിങ് ഹാള്. ഇതാണ് കേട്ടോ അവൾ കളിക്കുന്ന റൂം. പൊന്നൂസ് കാട്ടുന്നത് കണ്ടില്ലേ. അവൾ ജസ്റ്റ് എന്നെ കളിയാക്കുകയാണ്, വീഡിയോ എടുക്കുന്നത് അറിയില്ല. അപ്പോഴത്തേക്ക് എത്താത്ത പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. പിന്നെ ഒരു രാത്രി ആയപ്പോൾ മന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന്. അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ
തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അവരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് പോവുകയാണ്. രാത്രി ആയതുകൊണ്ട് മറ്റൊന്നും കാണുന്നില്ല. ഈ വെളിച്ചം എവിടെയാണോ അവിടെ മാത്രം വീഡിയോയിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ വഴിപ്പാറുള്ള 2 പമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം എടുത്ത് വന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.